welcome to another class of business management. So നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മേരി പാർക്കർ ഫോള്ളറ്റിനെ കുറിച്ചിട്ടാണ്. And she is educated in Cambridge University and management contributors-ലേക്ക് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു വ്യക്തി തന്നെയായിരുന്നു മേരി പാർക്കർ ഫോള്ളറ്റ്. ഈ ഫങ്ഷണൽ അതോറിറ്റി ഫീൽഡിൽ കോർഡിനേഷൻ, ലീഡർഷിപ്പ്, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ്, കൺട്രോളിംഗ് ഫീൽഡിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് മേരി പാർക്കർ ഫോള്ളറ്റ്. മേരി പാർക്കർ ഫോള്ളറ്റിൻ്റെ ഒരു ഫേമസ് ബുക്കായിരുന്നു ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് എഫേർട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സക്സസ് ആവണമെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണമെന്നും അതേപോലെ തന്നെ ഹാർമോണൈസേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫോള്ളറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്ട്സ് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതെങ്ങനെ കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ ഫോള്ളറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ഡോമിനേറ്റിംഗ് ലീഡർഷിപ്പിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല മേരി പാർക്കർ ഫോള്ളറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ലീഡേഴ്സ് ആർ നോട്ട് ഓൺലി ബോൺ ബട്ട് ഓൾസോ ഡെവലപ്ഡ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ബോൺ ആയിരിക്കത്തില്ല, അല്ലേ? ലീഡേഴ്സിനെ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ മാത്രമായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, ഒരു ട്രെയിൻഡ് ലീഡേഴ്സിനെയാണ് നമുക്ക് ലഭിക്കുക. ആൻഡ് ഈ ലീഡർ തന്നെ ഒരിക്കലും അവരുടെ അതോറിറ്റി അവരുടെ പേഴ്സണൽ അതോറിറ്റി ആയിട്ട് എടുക്കാൻ പാടില്ല. അത് ഓർഗനൈസേഷനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു പവറാണ് ഒരു ലീഡിങ് പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു ഫോള്ളറ്റിൻ്റെ രീതികൾ, അല്ലെങ്കിൽ ഫോള്ളറ്റിൻ്റെ കാഴ്ചപ്പാടുകൾ. ആൻഡ് ഒരു ലീഡറുടെ പവർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് അതോറിറ്റി എന്നൊക്കെ പറയുന്ന ഡൈനാമിക് കൺസെപ്റ്റ് ആയിരുന്നു ഫോള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഫോള്ളറ്റ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ആ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലൂടെ 4 പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷനിൽ ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. കോർഡിനേഷൻ പ്രിൻസിപ്പിളാണ് കേട്ടോ മേരി പാർക്കർ ഫോള്ളറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. കോർഡിനേഷൻ പ്രിൻസിപ്പിളാണ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളല്ല, കോർഡിനേഷൻ പ്രിൻസിപ്പിളാണ്. അതിൽ ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. അതായത് കോർഡിനേഷന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലേ? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബെറ്റർ ആയിട്ട് എന്തുണ്ടാവുള്ളൂ, ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളതാണ് ഫസ്റ്റ് വൺ. സോ ഫോർ പ്രോപ്പർ കോർഡിനേഷൻ ദർ ഷുഡ് ബി എ ഡയറക്റ്റ് കോൺടാക്റ്റ് ഓർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ മോസ്റ്റ് എഫക്റ്റീവ് വേ. ദെൻ നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ടാണ്. കോർഡിനേഷൻ ആക്ച്വലി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ വേണമെന്നാണ് പറഞ്ഞത്. ഏർലിയർ സ്റ്റേജ് മുതൽ തന്നെ കോർഡിനേഷൻ വേണം. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുമ്പോൾ വിതൗട്ട് കോർഡിനേഷൻ ആണ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. സോ ഇറ്റ് മസ്റ്റ് ബി സ്റ്റാർട്ടഡ് അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റേജസ്. പിന്നെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സും ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് വർക്കേഴ്സും എംപ്ലോയീസും അല്ലെങ്കിൽ മാനേജേഴ്സും ഒക്കെ തമ്മിൽ എന്തുണ്ടായിരിക്കും? റെസിപ്രോക്കൽ റിലേഷൻ ഉണ്ടാകും. ദാറ്റ് മീൻസ് ഒരു പരസ്പര ബന്ധമുള്ളൊരു അല്ലെങ്കിൽ പരസ്പരം അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം, അല്ലേ? ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഓർഗനൈസേഷൻ ലാസ്റ്റ് ചെയ്യുന്നിടത്തോളം കോർഡിനേഷൻ മസ്റ്റ് ബി ദർ. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദ നെക്സ്റ്റ് കോൺട്രിബ്യൂട്ടർ ഈസ് ലിൻഡൽ ഫോണേഴ്സ് എർവിക് ആണ്. ലിൻഡൽ ഫോണേഴ്സ് വളരെ നോൺ ആയിട്ടൊരു മാനേജ്മെൻറ്റ് തിങ്കറും അതേപോലെ തന്നെ ഒരു കൺസൾട്ടൻറ്റും ഒക്കെയാണ്. ഒരു മോഡേൺ മാനേജ്മെൻറ്റ് തിങ്കറാണ് ലിൻഡൽ ഫോണേഴ്സ് എർവിക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് മാനേജ്മെൻറ്റ് തോട്ടിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഡയറക്ടർ ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനീവയിലെ ഒക്കെ പ്രൊഫസറായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. എർവിക്കിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് സെയിം ലൈക്ക് ഫയോളാണ്. നമ്മുടെ ഹെൻറി ഫയോളിൻ്റെ
തോട്ട്സിനെ പോലെ തന്നെയാണ് എർവിക്സിൻ്റെ അപ്രോച്ചും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എർവിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫയോൾസിൻ്റെ തോട്ട്സിൻ്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാൻ സാധിക്കും. ഫയോൾസ് നമുക്കറിയാം 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇദ്ദേഹം 6 പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെൻറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പെരിമെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ. ദീസ് ആർ ദ 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലിൻഡൽ ഫോണേഴ്സ് എർവിക്. ആൻഡ് അദ്ദേഹം ഓർഗനൈസേഷണൽ പ്രിൻസിപ്പിൾസും ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് പ്രകാരം ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, ബോത്ത് ആർ സെയിം എന്നാണ് പറയുന്നത്. ആൻഡ് 29 ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ഫോർ ഓർഗനൈസേഷൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, അപ്രോപ്രിയേറ്റ്നെസ്, ഓർഗനൈസേഷൻ, കോൺട്രിബ്യൂഷൻ, ഓർഡർ, കമാൻഡ്, കൺട്രോൾ, the coordinative principles, authority, scala, process, assignment of definition, determinative, applicative, interpretive, the general interest, centralization, staffing, spirit, selection and placement, rewards and sanction, initiative, equity, discipline and stability. These all are the 29 principles, essential principles of for organization introduced by ലിൻഡൽ ഫോണേഴ്സ് എർവിക്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഫയോൾസ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെയാണ് ഫയോൾസിൻ്റെ തോട്ട്സിൻ്റെ എക്സ്റ്റൻഷനാണ് എർവിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തോട്ട്സ് എന്ന് പറയുന്നത്. എർവിക്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്രോച്ച് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് അതോറിറ്റിയാണ്. അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ലൈൻ ഓഫ് അതോറിറ്റി ക്ലിയർ ആയിരിക്കണം, വെൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം എന്നാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. ദാറ്റ് മീൻസ് ഒരു സുപ്പീരിയറിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് മസ്റ്റ് ബി 5 or 6, 5 അല്ലെങ്കിൽ 6 അതിൽ കൂടുതൽ സബോർഡിനേറ്റ്സിനെ ഒരു സുപ്പീരിയറിന് കീഴിൽ വെക്കരുത് എന്നാണ്, വെച്ചിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് ആ ഒരു സ്പാൻ ഓഫ് കൺട്രോളാണ് എർവിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡെലിഗേഷൻ പ്രിൻസിപ്പിൾസ് എംഫസൈസ് ചെയ്തിട്ട് എർവിക്കായിരുന്നു. അതേപോലെ തന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ബി കോ ഈക്വൽ, രണ്ടും ഈക്വലി കൊണ്ടുപോകണമെന്നും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എർവിക് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തി തന്നെയായിരുന്നു ലിൻഡൽ ഫോണേഴ്സ് എർവിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചെസ്റ്റർ ഐ ബേർണാഡിനെ കുറിച്ചിട്ടാണ്. ചെസ്റ്റർ ഐ ബേർണാഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ കമ്പനിയിലെ ന്യൂ ജേഴ്സി ബെൽ ടെലിഫോൺ കമ്പനിയിലെ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ ന്യൂ ജേഴ്സി റിലീഫ് അഡ്മിനിസ്ട്രേഷൻ, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് സ്റ്റേറ്റ് ഡയറക്ടറും ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കായിരുന്നു ദ ഫങ്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ്. അതേപോലെ തന്നെ മറ്റൊരു വർക്കാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചെസ്റ്റർ ഐ ബേർണാഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഓർഗനൈസേഷനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു, ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും കാറ്റഗറൈസ് ചെയ്തു. ഫോർമൽ ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു ചെസ്റ്റർ ഐ ബേർണാഡ്, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സിസ്റ്റം ഫോം ചെയ്തിട്ട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവർ പരസ്പരം വർക്ക് ചെയ്യുന്നതും ഒരു കോൺഷ്യസ് കോമൺ പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ എല്ലാ വർക്കും അല്ലെങ്കിൽ അവരുടെ എല്ലാ കഴിവുകളും അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കോമൺ കോൺഷ്യസ് പർപ്പസിന് ആണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും രണ്ട് പാർട്ടീസും തമ്മിലും. അതേപോലെ തന്നെ അവർ തമ്മിൽ അവരുടെ ആക്ഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട്. അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് പേഴ്സണൽ ആക്ടിവിറ്റിയാണ്. ഒരു പ്രത്യേകിച്ചൊരു ജോയിൻറ്റ് കോമൺ പേർപ്പസ് ഒന്നുമില്ല, ഒരു കോൺഷ്യസ് ജോയിൻറ്റ് പേർപ്പസ് ഒന്നും ഇല്ലാതെ, കൃത്യമായിട്ടൊരു കോൺഷ്യസ് ആയിട്ടുള്ള പേർപ്പസ് ഒന്നും ഇല്ലാതെ ഒരു ജോയിൻറ്റ് പേഴ്സണൽ ആക്ടിവിറ്റി നടത്തുന്നതിനൊക്കെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെന്നാണ് ചെസ്റ്റർ ഐ ബേർണാഡ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന സമയത്താണ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, മെമ്പേഴ്സ് തമ്മിൽ, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാവുകയും അത് ഓർഗനൈസേഷനും അതേപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സിനും എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആകും എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേർണാഡ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സജഷൻ ആയിരുന്നു എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യണം, ഇൻഫോർമൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. ദ എക്സിക്യൂട്ടീവ് ഷുഡ് സപ്പോർട്ട് ആൻഡ് മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഇൻഫോർമൽ ഓർഗനൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് ബേർണാഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഡൈനാമിസം ഓഫ് ലീഡർഷിപ്പ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ബിസിനസ് പോളിസീസ് ആൻഡ് സെക്യൂറിംഗ് കോപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ത്രൂ ദ യൂസ് ഓഫ് ഇൻസെൻറ്റീവ്സ്. അതായത് ലീഡർഷിപ്പിൽ എന്ത് ചെയ്യുക, ഡൈനാമിസം ബിസിനസ് പോളിസീസൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഡൈനാമിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എംപ്ലോയീസ് തമ്മിലൊരു പ്രോപ്പർ കോർഡിനേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ സെക്യൂർ ചെയ്യുക. എങ്ങനെ സെക്യൂർ ചെയ്യുക, ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ തമ്മിൽ കോപ്പറേഷൻ സെക്യൂർ ചെയ്യുക എന്നുള്ളൊരു സജഷൻ കൊണ്ടുവന്നത് ചെസ്റൈ ബേർണാണ്. അതേപോലെ തന്നെ മറ്റൊരു സജഷൻ ആയിരുന്നു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടി ഉൾക്കൊള്ളിക്കുക. അത് എല്ലാ ലെവലത്തെ എംപ്ലോയീസും, ലോവർ ലെവൽ ആയിക്കോട്ടെ, ഹയർ ലെവൽ ആയിക്കോട്ടെ, ബോട്ടം ലെവൽ ആയിക്കോട്ടെ, എല്ലാ ലെവലിലെ എംപ്ലോയീസിനെയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നും സജസ്റ്റ് ചെയ്തത് ചെസ്റൈ ബേർണാഡ് ആയിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എബ്രഹാം എ മാസ്ലോനെ കുറിച്ചിട്ടാണ്. എബ്രഹാം എ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്നിരുന്നാലും എബ്രഹാം എച്ച് മാസ്ലോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറാണ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ മോട്ടിവേഷണൽ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറാണ് മാസ്ലോ എന്ന് പറയുന്നത്. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഹ്യൂമൻ ബിഹേവിയറിനെ, ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻസിൻ്റെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1954. അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത് അവരവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ആ നീഡ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്തു, ലോവർ ലെവൽ ടു ഹയർ ലെവൽ വരെ അറേഞ്ച് ചെയ്തു. ആ അറേഞ്ച് ചെയ്ത ആ ഓർഡറിനെയാണ് ഹൈറാർക്കി ഓർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നീഡ് ഹൈറാർക്കി തീരുന്നത്. ലോവൽ ടു ഹയറിലേക്ക് ആ ഒരു ഹൈറാർക്കി മോഡലിൽ ഓർഡർ ചെയ്തു. അതിനെ 5 ലെവൽസാണ് മാസ്ലോ കൊടുത്തിരിക്കുന്നത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമുള്ളത് സൈക്കോളജിക്കൽ നീഡ്സ്, ഇത് ഹ്യൂമൻ നീഡ്സ് ആട്ടോ. ഹ്യൂമൻ നീഡ്സിനെയാണ് അദ്ദേഹം 5 ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, the love needs, the esteem needs and the needs for self actualization. അപ്പോൾ ഇതിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന നീഡ് എന്ന് പറയുന്നത് ബേസിക് നീഡ്സ് ആണ്, അല്ലെ? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, എയർ, സ്ലീപ്പ് തുടങ്ങിയ നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നത്. പിന്നുള്ളത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സേഫ് ആയിരിക്കാൻ ശ്രമിക്കുക, അല്ലെ? പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ. ദാറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ഡാമേജസ് ഓർ ഹാംഫുൾനെസ്. അതേപോലെ തന്നെ എക്കണോമിക് ഡിസാസ്റ്റേഴ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കും. അത്തരത്തിലുള്ള നീഡ്സിനെയാണ് ഇത് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ദ ലവ് നീഡ്സ് ആണ്, ഓർ അതർവൈസ് സോഷ്യൽ നീഡ്സ് ആണ്. റെക്കഗ്നീഷൻ ഉണ്ടാവുക, എല്ലാവരിലും ഒരു റെക്കഗ്നീഷൻ ഉണ്ടാവുക, എല്ലാവരുമായിട്ടൊന്ന് കോൺവെർസേഷൻ ഉണ്ടാവുക, അതേപോലെ തന്നെ ബിലോങ്നെസ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ലവ് നീഡ്സിൽ പറയുന്നത്. പിന്നുള്ളത് ദ എസ്റ്റീം നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സ് കുറച്ചും കൂടി ഹയർ ലെവൽ നീഡ്സ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ നീഡ്സും ഓരോ ലെവലാണ്. അതായത് ഇവിടെ ഫസ്റ്റ് നീഡ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ സെക്കൻഡ് നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. സെക്കൻഡ് നീഡ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ തേർഡ് നീഡിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ നീഡും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളെ ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തൊരു നീഡ് വരും. ആ രീതിയാണ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഫിസിയോളജിക്കലും സേഫ്റ്റിയും ലവ് നീഡ്സും പറഞ്ഞു. എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഫീൽസ് ആണ്. അത് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മൾ വർത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമുക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട് എന്നൊക്കെ വരുന്നതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഹയർ ലെവൽ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും പീക്ക് ലെവൽ ഏതാണോ അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ഇൻ ദ ഫീൽഡ് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നുള്ളത് ഫ്രെഡറിക് ഹേഴ്സ്ബെഗ് ആണ്. ഹേഴ്സ്ബെഗും മോട്ടിവേഷൻ ഫീൽഡിലാണ് കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോട്ടബിൾ കോൺട്രിബ്യൂഷനാണ്. തിയറി ഓഫ് മോട്ടിവേഷൻ, 2 ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷനും ജോബ് എൻറിച്ച്മെൻറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറീസായി പറയുന്നത്. 2 ഫാക്ടർ മോട്ടിവേഷൻ തിയറി, അതർവൈസ് നോൺ ആസ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി.
ഈ മോട്ടിവേഷൻ ഹൈജീൻ തിയറി നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാണ്ട് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. അതേപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 2 ഫാക്ടർ തിയറി എന്താണെന്ന് പറയാം. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള വർക്ക് ഉണ്ടാകും, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്ന വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി എന്താവുക, സാറ്റിസ്ഫൈഡ് ആവുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇഫ് ദ പേഴ്സൺ ഈസ് ഡിസാറ്റിസ്ഫൈഡ്, ഒരു വ്യക്തി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തി ഡിസാറ്റിസ്ഫൈഡ് ആകാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നാണ് ഫ്രെഡറിക് ഹെസ്ബർഗ് പറയുന്നത്. ആ 2 ഫാക്ടേഴ്സാണ് 2 ഫാക്ടേഴ്സ് തിയറി എന്ന് പറയുന്നത്. എന്താണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. സോ ദാറ്റ് ഈസ് ദ 2 ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി. കണ്ടോ, മോട്ടിവേഷൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സാണ് ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനെ സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് 2 ഫാക്ടർ തിയറി ഓർ അതർവൈസ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി. പിന്നുള്ളത് ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഹേഴ്സ്ബർഗിൻ്റെ തന്നെ. അദ്ദേഹം പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ജോബ് എൻറിച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയീസിന് ഹയർ ജോബ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഹയർ ജോബ് പെർഫോമൻസ് വെച്ചാൽ അവരുടെ ജോബിനോട് ആഡ് ചെയ്യുക, അവർക്ക് ജോബിൽ അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുക, അഡ്വാൻസ്മെൻറ്റ് കൊടുക്കുക, റെക്കഗ്നേഷൻ കൊടുക്കുക, കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ആ രീതിയിൽ അവരുടെ ജോബ് ഒന്നും കൂടി എൻറിച്ച് ചെയ്യുക. ദാറ്റ് മീൻസ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അതിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് ഹേഴ്സ്ബർഗ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡഗ്ലസ് മെക്ഗ്രെഗർ ആണ്. ഡഗ്ലസ് മെക്ഗ്രെഗറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടറാണ് മെക്ഗ്രെഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ ഹ്യൂമൻ സൈഡ് ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹവും മോട്ടിവേഷണൽ തിയറിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2 കോൺട്രാസ്റ്റിംഗ് തിയറീസാണ്, തിയറി എക്സ് ആൻഡ് തിയറി വൈ. രണ്ടിനെയും മെയിൻ അസംപ്ഷൻ അല്ലെങ്കിൽ ബേസിക് അസംപ്ഷൻ എന്ന് പറയുന്നത് അബൌട്ട് ഹ്യൂമൻ എലമെൻ്റ് ആണ്. തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ അപ്രോച്ച് ടു മാനേജിങ് പീപ്പിൾ ആണ്. ആൻഡ് അതർവൈസ് തിയറി വൈ എന്ന് പറയുന്നത് മോഡേൺ ഹ്യൂമാനിസ്റ്റിക് ആൻഡ് സജസ്റ്റീവ് അപ്രോച്ച് ടു മാനേജ്മെൻ്റ് ആണ്. മെക്ഗ്രെഗേഴ്സ് തിയറി എന്നാണ് പറയപ്പെടുന്നത്. മെക്ഗ്രെഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റാണ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ തിയറി എക്സ് ആൻഡ് വൈ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തിയറി എക്സ് ഒരു ട്രഡീഷണൽ തിയറിയാണ്, കാരണം പവർ ഈസ് സുപ്രീം എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് വൈ എന്ന് പറയുന്നത് ന്യൂ അപ്രോച്ചാണ്. മാനേജ്മെൻറ്റും വർക്കേഴ്സ് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ടാവണമെന്ന് സജസ്റ്റ് ചെയ്യുന്നൊരു തിയറിയാണ് തിയറി വൈ എന്ന് പറയുന്നത്. ഇതും നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.